ഹായ്, ഞാൻ ദീപ. ഇന്ന് ഞങ്ങൾ തേക്കടി പോയൊരു വ്ളോഗാണ്. അപ്പം ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശനിയാഴ്ച പോയി ഞായറാഴ്ച തിരിച്ചു വരിക എന്നുള്ള ഒരു പ്ലാനിലാണ് പോയത്. രാവിലെ ഒരു 7:15 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പോയ റൂട്ടെന്ന് പറഞ്ഞാൽ കറുകച്ചാല്, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം ആ റൂട്ടാണ്. കുട്ടിക്കാനമൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ കസിൻസിൻ്റെ കൂടെ പോയത്. അപ്പോൾ കസിൻസിൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അതിൽ ചെറിയൊരു ചിപ്പിൻ്റെ പ്രശ്നം. അതൊരു പുതിയ വണ്ടിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വരുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എടുത്ത കുറച്ച് വിഷ്വൽസാണ്, കുട്ടിക്കാനം എടുത്ത കുറച്ച് വിഷ്വൽസാണിത്. ഞങ്ങളവിടെ ഒരു 1.5 മണിക്കൂർ ഏതാണ്ട് 2.5 മണിക്കൂർ നമ്മൾ അവിടെ നിന്നുപോയി. അല്ലെങ്കിൽ നമ്മൾ തേയിലത്തോട്ടമൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ ഇറങ്ങിയത്. പക്ഷെ അവിടെ ഒരു 2.5 മണിക്കൂർ നിന്നപ്പോൾ തന്നെ പ്ലാനെല്ലാം തെറ്റി. പിന്നെ വണ്ടിയുടെ ആൾ അവിടം വരെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒത്തിരി ടൈം പോകുന്നതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം വേറെ ടാക്സി പിടിച്ച് നമ്മളങ്ങ് പോകാമെന്ന് കരുതി. അങ്ങനെ 11:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കസിൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് വണ്ടിയെല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നീടാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇതൊക്കെ ആ ഏരിയയിൽ, നമ്മൾ കുട്ടിക്കാനം ആ ഏരിയയിൽ നിന്നപ്പോൾ കിട്ടിയ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പം ഒരു 7:15 സ്റ്റാർട്ട് ചെയ്ത് 8:50 ആയപ്പം മലനിരകളൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ നമ്മൾ പിന്നെയും 11:30 ശേഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒത്തിരി തേയിലത്തോട്ടങ്ങളായിരുന്നു, കാണാനും മാത്രമുള്ള തേയിലത്തോട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ വെയിലായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും KTDCയുടെ പെരിയാർ ഹൗസ്, അവിടെയാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് അതിനകത്തോട്ട് കയറുവാണ്. അവിടെ പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. പോകുന്ന വഴിയിലെല്ലാം കുരങ്ങന്മാരെയൊക്കെ കാണാം. ഇത് കാടാണ്, കാടിൻ്റെ നടുവിലാണ് നമ്മുടെ KTDCയുടെ സ്റ്റേ ഉള്ളത്. ഇപ്പം ഈ പോകുന്ന ഏരിയ ഫുള്ള് കുരങ്ങന്മാരാണ് കേട്ടോ. ഈ മരത്തിലൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ വല്ല കവറോ എന്തെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയോ ഫോണോ ഒക്കെ എടുത്ത് വെക്കാനൊക്കെ ഒരു ധൈര്യക്കുറവായിരുന്നേ. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്, അങ്ങനെ ഈ വടിയും കൊണ്ട് നടക്കുന്നതുകൊണ്ട് കുരങ്ങന്മാർ അത്ര അങ്ങോട്ട് അടുക്കത്തില്ല. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ അകത്തോട്ടുള്ള കാര്യങ്ങൾ. നല്ല രസമാണ്. മറ്റേ കരിങ്കല്ല് പോലത്തെ ഒരു രീതിയിലൊക്കെയാണിത് കെട്ടിയേക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം പുറത്തോട്ടിറങ്ങാൻ പാടില്ല. ആനയൊക്കെ വരും. നമ്മൾ നിന്ന സമയത്ത് ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് ഫ്രഷായി. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ നേരെ താഴോട്ട് നോക്കിയാൽ തന്നെ കുരങ്ങന്മാരുടെ ഒരു ബറ്റാലിയൻ തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഇതാണ് ഒരു റൂം എന്ന് പറയുന്നത്. ഞങ്ങൾ 3 റൂമാണ് എടുത്തിരുന്നത്. 3 റൂമും കൂടെ ഏതാണ്ട് 12,000 ശിഷ്ടമാണ് വന്നത്. അത് ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് നമുക്ക് കിട്ടിയത്, കുറച്ച് പരിചയമൊക്കെ ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇത് ഒരു ചെറിയ റൂമാണ് കേട്ടോ. പക്ഷെ നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ചൂടുവെള്ളമൊക്കെ കിട്ടും. AC ഒന്നുമില്ല, നോൺ AC ആണ്. ഇങ്ങനെ ഒരു റൂമും ഫെസിലിറ്റീസും ഒക്കെയാണുള്ളത്. ഇതല്ലാണ്ട് KTDCയുടെ തന്നെ വേറെ എനിക്ക് തോന്നുന്നു ലേക്ക് പാലസോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ സെക്ഷനായിട്ട് താരിഫ് കൂടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണ്. ഇതിൻ്റെ സൈഡിലൊക്കെ വന്ന് കുരങ്ങന്മാരിരിക്കും. അതുകൊണ്ട് ഇതൊന്നും തുറന്നിടരുത്. പിന്നെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ വാതിലാണെങ്കിലും ഡോറാണെങ്കിലും തുറന്നിടാൻ പാടില്ല. അവരകത്ത് വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും. അതുകൊണ്ട് എപ്പൊക്കെ ഇറങ്ങുന്നോ അപ്പൊക്കെ നമ്മൾ പൂട്ടിയിട്ട് പോകണം എന്നാണ് അവർ പറയാറ്. അപ്പോൾ എന്തായാലും നമ്മൾ 2 മണിക്ക് കയറി നമ്മളൊന്ന് ഫ്രഷായി പയ്യെ നമ്മൾ ഇനി അവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. അപ്പോൾ ബോട്ടിങ്ങിന് എനിക്കൊന്ന് പെർ ഹെഡ് 250 എങ്ങാണ്ട്, 5 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും പെർ ഹെഡ് 250 200 എങ്ങാണ്ടാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഏതാണ്ട് 200 മീറ്റർ മാറിയിട്ടാണ്. അപ്പം നമ്മൾ നടന്നു പോകാമെന്ന് കരുതി. പോകുന്ന വഴിക്കൊക്കെ സൈഡിൽ കുരങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് മാറുമ്പോൾ കുറേ കിടങ്ങ് പോലൊക്കെ കെട്ടിയിട്ടിട്ട് അവിടെ ഈ മ്ലാവ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്ന് നിൽക്കുവേ. അപ്പോൾ ഇതാണ് ബോട്ടിങ് ഏരിയ. നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ തേക്കടി എന്ന് പറയുമ്പോൾ ഒത്തിരി മൃഗങ്ങളെയൊക്കെ സൈഡിൽ കാണാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് പോയെങ്കിലും ഇച്ചിരി ശോകമായിരുന്നു കാര്യങ്ങൾ. നമുക്ക് സൈഡിലൊന്നും അങ്ങനെ ഒന്നും എനിക്കൊന്ന് 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും കാണാനായിട്ട് ഇല്ല. ഈ കാണുന്നതാണ് ലേക്ക്
ലേക്ക് പാലസോ അങ്ങനെ KTDCയുടെ തന്നെ അടുത്ത കുറച്ചും കൂടെ കൂടിയ കാടിനുള്ളിൽ തന്നെയുള്ള സ്റ്റേ ആണിത്. പിന്നെ സൈഡിലൊക്കെ കണ്ട കുറച്ച് മൃഗങ്ങൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് എന്താണ് കാട്ടുപോത്തും ആനയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരുന്നെങ്കിലും 1 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കാനുള്ളതൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. കുറേ പേരൊക്കെ ഈ യാത്രയുടെ ക്ഷീണം കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഉറക്കം തന്നെയായിരുന്നു കുറേയൊക്കെ കണ്ടു കഴിയുമ്പം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവിടെ സ്റ്റാഫ് തന്നെ ഇങ്ങനെ കാണിക്കും, എന്താ അത് കണ്ടോ, ആനേനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാം ഉറക്കത്തിൽ നിന്ന് മാറി എണീറ്റ് ഇതൊക്കെ ഇങ്ങനെ നോക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞൊരു 5 മണിയൊക്കെ ആയി. നമ്മൾ തിരിച്ച് ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇവിടുന്ന് ബസ് കണ്ടോ, ബസ്സിൽ നമുക്ക് പോവാം. 5 മണി കഴിയുമ്പം ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വിടത്തില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബസ്സിൽ നമുക്ക് പോകാമായിരുന്നു. നമ്മൾ പിന്നെ നടന്നു പോകാം, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ മൃഗങ്ങളുടെ ഇത് കൂടി വന്നു കേട്ടോ. ആൾക്കാർ ചൂട് കുറഞ്ഞിട്ടാന്ന് തോന്നുന്നു എല്ലാം പുറത്തോട്ട് ഇറങ്ങി തുടങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി ചായയൊക്കെ കുടിച്ച് സെറ്റായി. അതിനുശേഷം പിന്നെ നമ്മൾ പാർക്കിൽ വന്നിരിക്കുമായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അവിടെ അത്രയും പേരുണ്ടെന്നുള്ളത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇപ്രാവശ്യം. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ പാർക്കിൽ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അവിടെ ഇരുന്ന് സംസാരിക്കാം. നേരെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ സിംഹവാലനോ അങ്ങനെ ഒത്തിരി ടൈപ്പ് കുരങ്ങന്മാർ അവിടെ ഇവിടെയൊക്കെ ഓടി നടപ്പുണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്രാണികളുണ്ട്, അങ്ങനത്തെ കുറച്ച്. പിന്നെ വാചകടിച്ചോടി ഇരിക്കുക എന്നുള്ളതാണ്. വലിയ ചൂടൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. രസമായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് പിന്നെ പ്രകൃതിയോട് ഭയങ്കര സ്നേഹമുള്ളവരാണെങ്കിൽ അവിടെ അങ്ങനെ ഇരിക്കാം. അപ്പം അങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ട് വലിയവർക്ക്. ബാക്കി ഇതെനിക്ക് ഒന്ന് 12 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കുള്ളതാണ് പാർക്ക്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏതാണ്ട് ഒരു 7:30-8 മണി വരെ നമ്മൾ പാർക്കിൽ തന്നെയായിരുന്നു. അങ്ങനെ കൊതുകടിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പുഴുക്കൾ പോലത്തെ സംഭവങ്ങൾ, ചെറിയ പ്രാണികൾ പോലെയുള്ളത്. കൊതുകിൻ്റെ ശല്യം വലുതായിട്ട് തോന്നിയില്ല. അല്ലാതെ ഉള്ള പ്രാണികളും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ലൊക്കാലിറ്റി വിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങരുത്. ഒരു 5:30-6 മണിക്ക് ശേഷം പുറത്തോട്ട് ഇറങ്ങരുത്. കാരണം നമ്മൾ ചെന്ന അന്ന് തന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്യിപ്പിച്ച് അവിടെ ആനകളുടെ ഒരു ബഹളം ഉണ്ടായിരുന്നു രാവിലെ എന്ന് പറഞ്ഞു. അതുപോലെ വൈകിട്ടായപ്പോഴത്തേക്കും അവിടെ നമ്മൾ കയറുന്നിടത്ത് തന്നെ റൈറ്റ് സൈഡിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ അമ്പലത്തിൻ്റെ അവിടെയും ആന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ അങ്ങോട്ട് പോകാനായിട്ട് അവർ പറയത്തില്ല, പോകണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയൊരു ഒരു അതിഥിയാണ് ഇത് ഈ കാണുന്ന മുള്ളൻപന്നി. അപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ പുറകെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇത് കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് ബുഫേ ആണ് ഡിന്നറ്. അത് നമ്മളൊരു 8-8:30 ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. പിന്നെ തിരിച്ച് എല്ലാവരും പോയി കിടന്നുറങ്ങി എന്നുള്ളതാണ്. പിറ്റേന്ന് രാവിലെ പിന്നെയും നമ്മുടെ അടുത്ത് വന്ന് കുരങ്ങന്മാരുടെ ഹലോ ഹായ് ഒക്കെ വെച്ചേച്ച് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ രാവിലത്തെ ഫുഡും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്താൽ മതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ 3 നേരത്തെയും ഫുഡ് നമ്മൾ ഉച്ചയ്ക്കത്തെ കഴിച്ചില്ലാന്ന് തോന്നി. യെസ്, ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, പക്ഷെ അത് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. പുട്ട്, അപ്പമല്ല പുട്ട്, പിന്നെ കടല ദോശ, പിന്നെ അല്ലാതെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ എല്ലാ വെറൈറ്റിയും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അത്യാവശ്യം നമ്മൾ എല്ലാം സെറ്റായതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങി. അപ്പം നമ്മൾ സാധനം വെക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ വണ്ടിയുടെയൊക്കെ മുകളിൽ വന്ന് കുരങ്ങന്മാരിയ്ക്കും. അപ്പം നമ്മൾ ഈ സാധനം കൊണ്ടുപോകാൻ നേരത്ത് ആ കാണുന്ന സെക്യൂരിറ്റി വന്നിങ്ങനെ ഒരു വടി വെച്ച് അടിച്ച് ഇവരെ ഓടിച്ചു വിട്ടിട്ടാണ് നമുക്ക് വണ്ടി ലഗേജ് കയറ്റാൻ പറ്റുന്നത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നതിന് പകരം നമ്മൾ ആദ്യം കമ്പം അങ്ങോട്ടേക്കാണ് പോയത്. ഇവിടെ വേറെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ജംഗിൾ സഫാരിയും ജീപ്പ് സഫാരി അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട്. അതൊക്കെ 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ നടുവൊടിയും. അതുകൊണ്ട് നമ്മൾ കമ്പം, തേനി അങ്ങോട്ടുള്ള ഗ്രേപ്പ് ഗാർഡൻ കാണാനാണ് പോയത്. അപ്പം നമ്മൾ മല ഇറങ്ങി
ലോവർ ക്യാമ്പ് എത്തിയിട്ട് അവിടുന്ന് ഒരു ഗ്രേപ്പ് ഗാർഡൻ പോയി അവിടെ നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് വൈനൊക്കെ മേടിക്കാനുള്ളൊരു വൈൻ മേടിച്ചു. അല്ലാതെ നമുക്ക് പെട്ടിയിൽ മുന്തിരിങ്ങ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാം. ഇവിടെയൊക്കെ നല്ല ആളാണ്. കുറച്ച് ഏരിയയേ ഉള്ളൂ, കാണുമ്പം ഒത്തിരി ഏരിയ അവർ തുറന്നു വെച്ചേക്കുന്ന പോലെ അങ്ങനല്ല, ഒരു ഇച്ചിരി ഏരിയ നമുക്ക് വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തരും. അപ്പം അതിൽ ആൾ കുറയുന്നതനുസരിച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിരിച്ച് ഇങ്ങനെ പോവുക. പിന്നെ അവിടെ തന്നെ വൈൻ ടേസ്റ്റ് ചെയ്യാൻ തരും. എല്ലാം പൈസയ്ക്കാണ്, പക്ഷെ സംഭവം കൊള്ളാം. കുറച്ചൊന്ന് നമുക്ക് ഒരു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാം. നമുക്ക് സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടും. അതായത് കേരളം കഴിഞ്ഞ് പിന്നെ അവിടെ ഡാം, ആ ഏരിയ, അപ്പോൾ ആ ഏരിയ കഴിഞ്ഞിട്ട് മല കയറി ഇറങ്ങി ഇപ്പുറത്ത് തമിഴ്നാട് വരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് കേരളത്തിലോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെയാണ് പോകുന്നത് അതൊക്കെ. പിന്നെ നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു ഊണൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് കണ്ടൊരു ഒരു തേയിലത്തോട്ടത്തിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, കാരണം തേയിലത്തോട്ടം കാണാനുള്ള സമയം നമുക്കില്ലായിരുന്നു. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പരുന്തുംപാറ എത്തി. പരുന്തുംപാറ ഒത്തിരി കാണാനുണ്ടായിരുന്നെങ്കിൽ ഈ 2 മണിക്ക് എത്തി വെയിൽ കാരണം നമുക്ക് ഫോട്ടോ ഒന്നും നേരെ എടുക്കാനും പറ്റിയില്ല. നല്ല വ്യൂ ആയിരുന്നു. കുറച്ചും കൂടെ വെയിൽ താന്നിട്ടായിരുന്നേ പിന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ നിൽക്കാനാണെങ്കിൽ അവിടെ നിന്ന് പോവും. അപ്പോൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഏതാണ്ട് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അത് തിരിച്ച് ഇറങ്ങുവാണേ, നമ്മൾ തേക്കടിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ്. പാഞ്ചാലിമേടും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഒരു കുന്നുപോലെ, ഒരു ചെറിയ കുന്നാണ്. ഇത്രയും നടക്കാൻ നമുക്ക് മറ്റെടുത്തില്ലായിരുന്നു. വേണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഒത്തിരി ഭയങ്കര വ്യൂ ആണത് പരുന്തുംപാറ. അത്രയ്ക്ക് വ്യൂ നമുക്ക് പാഞ്ചാലിമേട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇവിടെ സിപ്പ് ലൈൻ ഒക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ കയറിയില്ല. അത് നല്ല നല്ല ദൂരത്തിലാണ്. എനിക്കൊന്ന് 400 ശിഷ്ടങ്ങാണ്ടാന്ന് തോന്നുന്നു സിപ്പ് ലൈൻ എൻ്റെ ചാർജ്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കണ്ടു. സംഭവം കൊള്ളായിരുന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ചായയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ നേരെ തിരിച്ചിങ്ങി പോന്നു. ഒത്തിരി സ്ഥലങ്ങൾ കണ്ടു. പിന്നെ നമുക്ക് ആ ഒരു ഓരോ സ്ഥലങ്ങളുടെ വ്യത്യാസം കാണാം. നമ്മൾ താമസിക്കുന്ന ട്രിവാൻഡ്രം, ചങ്ങനാശ്ശേരി ആ സ്ഥലത്തു നിന്നൊക്കെ മാറിയിട്ട് പിന്നെ മല, കുന്ന്, പിന്നെ തേയിലത്തോട്ടം ഒക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോഴത്തേക്കും പിള്ളേർക്കും കുറേ കാര്യങ്ങൾ പഠിക്കാം. പിള്ളേർക്ക് മാത്രമല്ല നമുക്കും കുറേ കാര്യങ്ങൾ പഠിക്കാം. എൻ്റെ ഒരു ആരോഗ്യം വെച്ച് ഇവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഈ ഹെയർ പിൻ വളവൊക്കെ നമ്മൾ പണി പാളും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ പോയി തിരിച്ച് വന്നു. അപ്പം സന്തോഷമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.